ഇത് മുഹറം മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിലാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഒരു വചനത്തിലൂടെ നമ്മെ അറിയിക്കുകയുണ്ടായി. ഈ മാസത്തിലെ 10-ാം ദിവസമാണ് പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം ഫിർഔൻ്റെ കിരാതമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മൂസാ നബിയും അനുയായികളും രക്ഷപ്പെടുകയും ഫിർഔൻ മുക്കിക്കൊല്ലപ്പെടുകയും ചെയ്തത് ഈ മുഹറം 10-നാണ് എന്ന് റസൂലുള്ള നമ്മെ അറിയിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന ഒരു കാര്യം സൂറത്തുൽ ഖസസിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഒരു വചനമാണ് ഞാൻ ഓതിയത്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ. ഫിർഔൻ നാട്ടിൽ വലിയ ഔന്നിത്യം നടിക്കുകയുണ്ടായി. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ അദ്ദേഹം കക്ഷികളാക്കി മാറ്റി, നാട്ടുകാരെ ഭിന്നിപ്പിച്ചു. യസ്തദഇഫു ത്വാഇഫതൻ മിൻഹും, അതിലൊരു വിഭാഗത്തെ വളരെയധികം ദുർബലരാക്കി മാറ്റി. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവരിലെ ആൺകുട്ടികളെ കൊല ചെയ്യുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അദ്ദേഹം തീർച്ചയായും ഒരു ഫസാദ്, കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഫിർഔൻ ജീവിച്ചിരുന്നത്. സ്വച്ഛാധിപതിയായി അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ നിങ്ങളുടെ റബ്ബ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ജീവിക്കുന്ന തൻ്റെ പ്രജകളെ പല തട്ടുകളിലായി ഭിന്നിപ്പിച്ച് അവർക്കിടയിൽ വൈരം സൃഷ്ടിച്ച് അവരെ പരസ്പരം ശത്രുക്കളാക്കിക്കൊണ്ട് തൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വിശുദ്ധ ഖുർആൻ വളരെയധികം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഫിറൗനേക്കാൾ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ഭരിച്ച മറ്റു പല രാജാക്കന്മാരും ഉണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ ഫിർഔനെ പറ്റിയും അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന നമ്രൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ആ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും ചരിത്രം ആ പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ടു രാജാക്കന്മാരെ പറ്റി മാത്രമാണ് ഖുർആൻ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം, ഈ രണ്ട് രാജാക്കന്മാരും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് തങ്ങൾ എന്നാണ് അവർ ജനങ്ങളോട് വാദിച്ചിരുന്നത്. ഞങ്ങളെ ദൈവം നിയോഗിച്ചവരാണ്, സൂര്യഭഗവാന്റെ അവതാരങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ പ്രതിനിധിയാണ് താനും തൻ്റെ വംശവും എന്ന് വാദിക്കുന്നവരായിരുന്നു ഫിർഔൻ. ഫിർഔൻ ആ രീതിയിൽ ഒരു ദൈവിക പരിവേഷം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചതും ജനങ്ങളെ ആ രീതിയിൽ കിരാതമായ ഭരണത്തിന് ഇരയാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത്തരം വാദഗതികളുമായി കുറച്ചു കാലമൊക്കെ ജീവിച്ചിരുന്ന ഇത്തരം രാജാക്കന്മാർക്കും സ്വച്ഛാധിപതികൾക്കുമൊക്കെ ഒരു അന്ത്യം കുറിക്കും എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ അന്ത്യം കുറിച്ചതിൻ്റെ സ്മരണയാണ് മുഹറം 10 എന്ന ദിവസത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളഇഫു ഫിൽ അർളി, മർദ്ദിതരായി ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് നന്മ ചെയ്യാൻ നാം ഉദ്ദേശിക്കുകയാണ്. വനജ്അലഹും അഇമ്മത്തൻ വനജ്അലഹുൽ വാരിസീൻ, അവരെ നാം നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും അവരെ അനന്തരാവകാശികളാക്കി, നാടിൻ്റെ അനന്തരാവകാശികളാക്കി മാറ്റുകയും ചെയ്യും. വനുമക്കിനു ലഹും ഫിൽ അർള്, നാട്ടിൽ അവർക്ക് സ്വാധീനം നൽകും. വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഫിർഔനും അതുപോലെ ഹാമാനും അദ്ദേഹത്തിൻ്റെ പട്ടാളങ്ങൾക്കുമൊക്കെ അവരോട് താക്കീത് ചെയ്യപ്പെട്ട സംഗതികൾ എന്തായിരുന്നു എന്ന് നാം കാണിച്ചു കൊടുക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഫിർഔൻ്റെ
ജീവിതത്തിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ളത്, അടിച്ചമർത്തപ്പെടുന്ന സ്വച്ഛാധിപതികളായി നാട്ടിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അവതാരങ്ങളാണെന്ന് പോലും അവകാശപ്പെട്ടുകൊണ്ടുവരുന്ന ഭരണാധികാരികൾ അവർക്ക് അധിക കാലം പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അത്തരം ഏതു ഭരണാധികാരികളും അള്ളാഹു അവരെയൊക്കെ ഒരു സമയം വരെ നീട്ടിക്കൊടുക്കുകയും അവസാനം അവർ തകർക്കപ്പെടുകയും ചെയ്യുമെന്ന ഏറ്റവും വലിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മാസം അത് ഓർമ്മിപ്പിക്കപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ അർത്ഥത്തിൽ മുഹറം മാസത്തിന് ഒരു പ്രത്യേകത അങ്ങനെയുണ്ട്. മറ്റൊരു പ്രത്യേകത, മുഹറം മാസം എന്നത് അറബി മാസങ്ങളുടെ, ചന്ദ്രവർഷ മാസങ്ങളുടെ ഒന്നാമത്തെ മാസമായി പൗരാണിക കാലം മുതൽ തന്നെ കണക്കാക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസം മുഹറം മാസമാണ്. ഇതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹിജ്റ പോയിരുന്നത് മുഹറം മാസത്തിലാണ് എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹിജ്റ പോയത്, മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം നടത്തിയത് അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. പക്ഷേ അന്ന് വരെ കൊല്ലത്തിൻ്റെ തുടക്കമായി അറബികൾ നൂറ്റാണ്ടുകളായി അവർ നിലനിർത്തി പോന്നിരുന്ന രീതി അത് മുഹറം കൊണ്ട് തുടങ്ങുക എന്നതാണ്. വർഷത്തിൻ്റെ അവസാനത്തെ അവർ ഹജ്ജ് കൊണ്ട് അവസാനിപ്പിക്കുകയും ഹജ്ജ് കഴിഞ്ഞ മാസം കൊണ്ട് തുടങ്ങുകയും ചെയ്യുന്നു എന്നതായിരുന്നു അവർ ചെയ്തിരുന്നത്. അത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബി വര്യന്മാർ ഒരു കലണ്ടർ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അതിന് തന്നെ ഒന്നാമത്തെ മാസമായി അവർ കൂടിയാലോചിച്ച് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഹിജ്റ വർഷത്തിലെ ഒന്നാമത്തെ മാസം അത് മുഹറം മാസമായി മാറുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലം മുതലാണ് അങ്ങനെ ഒരു കലണ്ടർ രീതിയിൽ ഈ ഹിജ്റ കലണ്ടർ എന്ന രീതി നിലവിൽ വരുന്നത്. ആ കാലം മുതലാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് തൗബയിൽ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു വർഷത്തിലെ മാസങ്ങൾ എന്നത് 12 തന്നെയാണ്. ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ വർഷം എന്നത് 12 മാസങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളുന്നതാണ്, 12 മാസങ്ങളാണ് എന്നാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്ര മാസങ്ങളാണ്. ആ പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒരു മാസം കൂടിയാണ് ഈ മുഹറം മാസം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ പവിത്ര മാസങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്, ഇങ്ങനെ 4 മാസങ്ങളാണ് പവിത്ര മാസങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ 4 മാസങ്ങളിൽ അറബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ യുദ്ധം പോലെയുള്ള പരസ്പരമായ പോരും അതുപോലെ വിദ്വേഷവും എല്ലാം അവർ മറന്ന് അവസാനിപ്പിച്ച് അവർ ഹജ്ജിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിനൊരു തടസ്സമില്ലാതിരിക്കാൻ ആ രീതിയിൽ അവർ വർത്തിച്ചിരുന്നു. പൗരാണിക കാലം മുതൽ തന്നെ അതവർ അനുവർത്തിച്ചിരുന്ന ഒരു രീതിയാണ്. ആ രീതി പരിശുദ്ധ ഇസ്ലാം അങ്ങനെ തന്നെ നിലനിർത്തി പോരുകയും ചെയ്തു. അങ്ങനെയാണ് മുഹറം മാസത്തിൻ്റെ ആ അർത്ഥത്തിലുള്ള പ്രത്യേകതകൾ അങ്ങനെയാണ്. പിന്നെ മുഹറം മാസത്തെ സംബന്ധിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ലോക ചരിത്രത്തിൽ നടന്ന പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ സംഭവങ്ങളും, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്, ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിൽ നിന്ന് രക്ഷപ്പെടുന്നത്, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പൽ കരയിൽ അണയുന്നത്, അതുപോലെ അയ്യൂബ് അലൈഹിസ്സലാമിന് രോഗമുക്തി ഉണ്ടാകുന്നത്, യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ മുഹറം 10 എന്ന് സാധാരണ ഈ രീതിയിൽ വഅദ് പറയുന്ന ധാരാളം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ധാരാളം പ്രസംഗങ്ങൾ അങ്ങനെ കാണാം. അങ്ങനെ യാതൊന്നും നമുക്ക് സഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം ആ കാലഘട്ടങ്ങളിൽ ആ നടന്ന സംഭവങ്ങൾ ഇന്ന ദിവസമായിരുന്നു എന്ന് അറിയാനുള്ള ഒരു ചരിത്രപരമായ അറിവ് നമ്മുടെ മുമ്പിലില്ല. പിന്നെ ആ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ അറിവ് ലഭിക്കണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസുകളിലോ വരണം. വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസിലും അത്തരം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല.
എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നോ അത്തരം ഒരു സംഭവവും സ്വഹീഹായ ഹദീസിലോ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലോ ഇല്ല. ഹദീസുകളിൽ വന്ന ഒരേ ഒരു സംഭവം മൂസ അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് അഥവാ ഫിർഔൻ മുക്കിക്കൊല്ലപ്പെടുന്നത് അത് മുഹറം മാസം 10-ാം തീയതി ആണ് എന്ന് മാത്രമാണ് ഹദീസിൽ സഹീഹായ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹറം മാസം എന്ന് പറയുന്നത് ആ രീതിയിൽ മേന്മയേറിയതാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതിൽ പ്രത്യേകമായ ദുആകളുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഒരു ദുആയും അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യവും അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മുഹറം മാസത്തിൻ്റെതായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് മുഹറം മാസത്തിനെ ഒരു പവിത്ര മാസമായി മാറുകയും അതുപോലെ ആ മാസത്തെ ഷഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളിച്ചിട്ടുള്ളത്. ആ ഷഹ്റുള്ളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു, ധാരാളം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുഹറം 10-ൻ്റെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ അധികം പ്രാധാന്യത്തോടു കൂടി അനുഷ്ഠിച്ചിരുന്നു. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യകരമായ നോമ്പ് അഫ്ളലു സിയാമി ബഅദ റമദാൻ, റമദാന് ശേഷമുള്ള ഏറ്റവും പുണ്യകരമായ നോമ്പ് ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹു അൽ മുഹറം, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ഉത്തമമായ നമസ്കാരം അത് രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരമാണ്, രാത്രി നമസ്കാരമാണ് എന്ന് പറഞ്ഞതുപോലെ രാത്രി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ നോമ്പിൻ്റെ വിഷയത്തിൽ മുഹറം മാസത്തിലെ പ്രത്യേകിച്ചും മുഹറം മാസം 10-ാം തീയതിയിലെ ആശൂറ നോമ്പിന് പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതല്ലാതെ മേൽപ്പറഞ്ഞ രീതിയിലുള്ള കുറേ അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലമില്ല. പിന്നെ മറ്റൊന്ന് മുഹറം മാസമായിട്ട് നമ്മുടെ ഇടയിൽ പല ആളുകളും പ്രചരിപ്പിക്കുന്ന രീതി അതെന്താണെന്ന് വെച്ചാൽ മുഹറം മാസം എന്ന് പറയുന്നത് അതൊരു ദുശകുനത്തിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ മുഹറം 1 മുതൽ 10 വരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്താൽ അതൊന്നും ഫലപ്പെടില്ല, അതൊക്കെ വൃഥാവിലായി പോകും, അതിലൊന്നും ഒരു ഗുണം പിടിക്കില്ല, ബർക്കത്തുണ്ടാവില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ഒരു വിശ്വാസം മുസ്ലിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഷിയാക്കളിലൂടെയാണ്. ഷിയാക്കളുടെ ഏറ്റവും പൂരിതമായ സംഭവമായി അവർ കണക്കാക്കുന്നത് കർബല എന്ന സ്ഥലത്ത് വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന ആ സന്ദർഭമാണ്. അതൊരു മുഹറം 10-നായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരുന്നത് മുഹറം മാസം 10-നാണ്, കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ ഈ ദിവസത്തെ, ഈ മുഹറം മാസം 10 വരെയുള്ള ദിവസത്തെ ഒരു ദുശകുനത്തിൻ്റെ ദിവസമായി കണക്കാക്കുന്നു. അവരന്ന് നെഞ്ചിൽ കൈയടിച്ചുകൊണ്ട്, നെഞ്ചിലാകെ അടിച്ചും ശരീരത്തെ പരിക്കേൽപ്പിച്ചുകൊണ്ടൊക്കെ ചോര ചിന്തിക്കൊണ്ടും ഒക്കെ അവർ അതിനെ കരഞ്ഞുകൊണ്ടും ഒക്കെ അതിനെ ആ രീതിയിൽ ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഷിയാക്കൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ യാ ഹുസ, യാ ഹുസൈൻ, യാ ഹസൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കുന്ന വിലാപത്തിൻ്റെ ദിവസങ്ങളായി കണക്കാക്കി ഈ മുഹറം മാസത്തെ അങ്ങനെ ഒരു കുരുത്തക്കേടിൻ്റെ ഒരു മാസമായി കണക്കാക്കുന്ന ഇതായി നമുക്ക് കാണാൻ കഴിയും. അതിനും പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. കാരണം ഇസ്ലാം എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും നിരാകരിച്ചൊരു മതമാണ്. വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ് ലാ അദ്വ വലാ തിയറത വലാ സഫറ വലാ ഹാമത വലാ നൗഅ വലാ ഗൂല. ഇതൊക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ള നമ്മുടെ നാട്ടിലും നമ്മുടെ ഇടയിലും വിദ്യാഭ്യാസം ഉള്ളവരിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരിലൊക്കെ കാണപ്പെടുന്ന വ്യത്യസ്തമായ കുറേ അന്ധവിശ്വാസങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇതൊക്കെ നിരാകരിക്കുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല എന്ന് റസൂലുള്ളാഹി വളരെ വ്യക്തമായി പറയാണ്. ലാ അദ്വ എന്ന് പറഞ്ഞാൽ ഒരാളുടെ രോഗം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം. എൻ്റെ രോഗത്തെ എനിക്കൊരു പ്രത്യേക സന്ദർഭത്തിൽ താൻ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അത് ഒഴിഞ്ഞു നൽകാൻ പറ്റുമെന്നുള്ളത് ഒരു അന്ധവിശ്വാസം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞു ഇത്തരം ഒരു പകർച്ചവ്യാധി ഇല്ല. അപ്പോൾ ചില ആളുകൾ ധരിച്ചുപോയി, സഹാബാക്കളിൽ ചില ആളുകൾ ധരിച്ചുപോയി ഇത് പകർച്ചവ്യാധി എന്നൊരു രോഗം തന്നെ ഇല്ല, രോഗങ്ങൾ പകരുകയില്ല എന്നാണ് റസൂലുള്ള പറയണത് എന്ന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പ്രവാചകരെ പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒട്ടകങ്ങൾക്കിടയിൽ ഒരു ചൊറി പിടിച്ച ഒട്ടകത്തിനെ, ആരോഗ്യമുള്ള ഒട്ടകത്തിൻ്റെ ഇടയിൽ കൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് വിട്ടാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ മറ്റു ഒട്ടകങ്ങൾക്കൊക്കെ ചൊറി പിടിക്കുന്നതുണ്ടല്ലോ, അതെങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള അതിനെപ്പറ്റി അല്ല പറഞ്ഞിട്ട്, റസൂലുള്ള ഒറ്റ ചോദ്യം ചോദിച്ചു, ഫമൻ അയദൽ ഔവൽ. അപ്പോൾ ഒന്നാമത്തെ ഒട്ടകത്തിന് ആദ്യം ചൊറി പിടിച്ച ഒട്ടകമുണ്ടല്ലോ, അതിന് ചൊറി ഉണ്ടാക്കിയത് ആരാണ്? അവൻ തന്നെയാണ് ബാക്കിയുള്ള ആളുകൾക്കും ചൊറി ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു പ്രത്യേകതയുണ്ട്. ആ രോഗം പകർന്നു വരുന്ന, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്ന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ള പറയുകയുണ്ടായി, ലാ യൂരിദു മുമർരിദ് അലാ മുസഹിൻ, രോഗം ബാധിച്ച ഒന്നിനെയും നിങ്ങൾ രോഗമില്ലാത്ത ഒന്നിൻ്റെ കൂടെ നിങ്ങൾ പാർപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പകർച്ചവ്യാധിയെ നിരാകരിക്കുന്ന ഒരു ഭാഗമല്ലത്, മറിച്ച് പകർച്ചവ്യാധിയെ സംബന്ധിച്ചുണ്ടായിരുന്ന അന്ധവിശ്വാസം, രോഗം ഒഴിഞ്ഞു നൽകാൻ സാധിക്കുമെന്നുള്ള അന്ധവിശ്വാസം, ആ അന്ധവിശ്വാസത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ നിരാകരിക്കുന്നത്. രണ്ടാമത്തെ വലാ തിയറത്ത, പക്ഷി ലക്ഷണം. ഓരോ വസ്തുക്കളെ കൊണ്ട് പക്ഷി ലക്ഷണം നോക്കുക, ഈ ലക്ഷണം നോക്കിക്കൊണ്ട് കാര്യങ്ങൾ പറയുന്ന ഈ സമ്പ്രദായം, അങ്ങനെ ഒരു ലക്ഷണം നോക്കി ഈ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിന് തന്നെ യാതൊരു നിലനിൽപ്പുമില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. വലാ സഫറ, മാസത്തിന്, സഫർ മാസം എന്ന് പറഞ്ഞാൽ അത് ഗുണം പിടിക്കാത്ത മാസം എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ഒരു വിഷയമില്ല. മാസത്തിന്, ഏതെങ്കിലും ഒരു മാസത്തിന് അത് ഗുണം പിടിക്കുന്നതും പൊരുത്തക്കേടിൻ്റെയും അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെയും മാസം, അങ്ങനെ ഒരു സംഗതിയില്ല. പിന്നെ ഒന്നുണ്ടായിരുന്നത് മൃഗങ്ങളും പക്ഷികളൊക്കെയാണ്. വലാ ഹാമത്ത്, അതൊരു പക്ഷിയാണ്. ആ ഒരു പക്ഷിക്ക് നമ്മുടെ ഇടയിൽ ചില ഹൈന്ദവ സഹോദരന്മാരുടെ ഇടയിലൊക്കെ ബലിക്കാക്കയെ സംബന്ധിച്ചുള്ള ചില വിശ്വാസങ്ങൾ, മൂങ്ങയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കുറ്റിച്ചൂള എന്ന് പറഞ്ഞ പക്ഷിനെ സംബന്ധിച്ചൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളും റസൂലുള്ള അവിടെ നിരാകരിക്കുകയുണ്ടായി. പിന്നെ പറഞ്ഞു വലാ നൗഅ, നക്ഷത്രഫലം, നക്ഷത്രത്തെ നോക്കിയിട്ട്, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് എന്നത് അന്ധവിശ്വാസമാണെന്ന് റസൂലുള്ള പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമായ എല്ലാവരുടെ ഇടയിലുമുള്ള ഒരു വിശ്വാസമാണ് ഈ നക്ഷത്രവും ജ്യോതിഷം എന്ന് പറയുന്നത്. ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം അത് പത്രങ്ങളിലും ചാനലുകളിലും അതുപോലെ തന്നെ ഉന്നതരായ ആളുകളൊക്കെ അവനവൻ്റെ നക്ഷത്രവും അതുപോലെ ആ രീതിയിലുള്ള കണക്കുകളൊക്കെ നോക്കാറുണ്ട്. ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് നോക്കിയിട്ടാണ് ഓരോരുത്തരും അവനവൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിർണ്ണയിക്കുന്നത്. അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിലെ സൊസൈറ്റി. നമ്മുടെ മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ അന്ധവിശ്വാസം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഇസ്ലാം പറയുന്നത് ആകാശത്തിൽ ഉദിക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ അത്തരത്തിലുള്ള ഒരു സ്വാധീനമില്ല. ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നവരാണെങ്കിലും, ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു, അതും അയാളും ആ നക്ഷത്രവുമായി യാതൊരു ബന്ധവുമില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരം ഓരോരുത്തർ ഇന്ന സമയത്ത് ജനിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും അതിനില്ല. അതുകൊണ്ട് ഈ ജ്യോതിഷം എന്ന് പറയുന്നതും വാരഫലം എന്ന് പറയുന്നതും അതുപോലെ നക്ഷത്രഫലം എന്നൊക്കെ പറയുന്നത് തികഞ്ഞ അന്ധവിശ്വാസമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലാ നൗഅ എന്ന് പറഞ്ഞതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് വലാ ഊല, അതുപോലെ പ്രേതം എന്ന് പറയുന്ന സംഗതി. ഊല് എന്ന് പറഞ്ഞാൽ പ്രേതത്തിനെ പറ്റി പറയുന്ന സംഗതിയാണ്. പ്രേതം, പൊട്ടിച്ചൂട്ട്, പിശാച്, ആ രീതിയിൽ അന്ധവിശ്വാസങ്ങൾ കലർന്ന ഒരുപാട് അത്തരം വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളെയൊക്കെ നിരാകരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും നിരാകരിച്ച ഒരു മതത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. ഈ അർത്ഥത്തിൽ ഒരു പ്രേതോ പിശാചോ അത്തരത്തിലുള്ള ഒരു പ്രേതമില്ല, നക്ഷത്ര വാരഫലങ്ങളില്ല, പക്ഷികളിലൂടെ എന്തെങ്കിലും ദുശകുനങ്ങളില്ല, ഏതെങ്കിലും ഒരു മാസത്തിനോ ദിവസത്തിനോ ആ രീതിയിൽ ഒരു ശകുനത്തിൻ്റെയോ ദുശകുനത്തിൻ്റെയോ ലാഞ്ചനം നൽകാൻ പറ്റില്ല. ലക്ഷണം നോക്കി പക്ഷി ലക്ഷണങ്ങളോ അങ്ങനെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായ ഒരു സമൂഹമാണ്
ഇസ്ലാം മതവിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ അന്ധവിശ്വാസത്തെ അതേ രീതിയിൽ പല രീതിയിലും പ്രചരിപ്പിക്കുന്നതായ ഒരുപാട് പ്രസംഗങ്ങളും മറ്റുമൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. നമ്മുടെ മുസ്ലിങ്ങൾ പുറത്തിറക്കുന്ന പല കലണ്ടറുകളിലും നയസിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി കാണാൻ പറ്റും. നയസ് എന്ന് പറഞ്ഞാൽ ഈ ഗുണം പിടിക്കാത്ത കുരുത്തക്കേടിൻ്റെയും അല്ലെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകാൻ സാധിക്കാത്ത അതിൻ്റെ ദിവസങ്ങളെന്നാണ്. അങ്ങനത്തെ ഇന്ന ദിവസങ്ങളിൽ നയസിൻ്റെ ദിവസങ്ങൾ എന്ന് എഴുതിയ കലണ്ടറിൽ അത് എഴുതി കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ ആരും നല്ല ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കും. പല ആളുകളും ചൊവ്വാഴ്ച ദിവസം വാഹനം കയറില്ല. അതുപോലെ തന്നെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞതിനെ പറ്റി വിശ്വാസമുണ്ട്. കറുത്ത പൂച്ച മുന്നിലൂടെ ചാടിയാൽ അത് ഇന്നതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരു വാഹനം വാഹനം ആദ്യമായിട്ട് രാവിലെ എടുക്കുമ്പോൾ ഒന്ന് മുന്നിക്ക് എടുക്കണം അല്ലെങ്കിൽ പിന്നിക്ക് എടുക്കണം എന്നാലേ ശരിയാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. വാഹനത്തിൻ്റെ ഡ്രൈവർമാരുടെ ഇടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ട്. അവർ യഥാർത്ഥത്തിൽ കൃത്യമായി ആലോചിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിച്ച സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതാണ് വാഹനത്തിൽ കയറുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന. അത് ഡ്രൈവർമാരായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും അവർ പ്രാർത്ഥിക്കേണ്ടതൊക്കെയാണ്. കാരണം ഈ വാഹനത്തെ ഈ രീതിയിൽ നിയന്ത്രിക്കാവുന്ന അവസ്ഥ നമുക്ക് നൽകിയത് പടച്ചോനാണെന്നുള്ള ബോധം വേണം. അതാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇത് ഞങ്ങൾക്ക് വിധേയമാക്കി തന്ന. നമ്മൾ ആ രീതിയിൽ നമ്മൾ ബ്രേക്ക് വിട്ടുമ്പോൾ ബ്രേക്ക് വണ്ടി നിൽക്കാൻ പാകത്തിലുള്ള ഒരു സംവിധാനത്തെ ത്തിലൂടെ ഇത് വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളതിൻ്റെ യഥാർത്ഥമായ അതിൻ്റെ കാര്യങ്ങൾ നമ്മളെ ആളുകളെ പഠിപ്പിക്കുന്നതും അതിനെപ്പറ്റിയുള്ള ചിന്തയും ശാസ്ത്രവും ഒക്കെ ആത്യന്തികമായി അള്ളാഹു നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കുന്നവൻ അത് അള്ളാഹുവെ നീയാണ്, ഞങ്ങൾക്ക് ഇതിനെ ഈ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മൃഗങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അധികവും ഇതൊന്നും മോട്ടോർ വാഹനങ്ങളല്ലല്ലോ, മൃഗങ്ങളാണ്. ആ മൃഗങ്ങളെ അതേ രീതിയിൽ മനുഷ്യന് യാത്ര ചെയ്യാവുന്ന പാകത്തിലാക്കി മാറ്റിയിരിക്കുന്നതും അതിനെ വിധേയമാക്കി തന്നതൊക്കെ അള്ളാഹു ആണെന്നുള്ള ബോധം, അതാണ് യഥാർത്ഥത്തിൽ ഒരു ഡ്രൈവർക്ക് ഒരു വാഹനത്തിൻ്റെ സീറ്റിലിരുന്ന് അത് സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ഈ ബോധം ശരിക്കും അവൻ്റെ മനസ്സിൽ ഉണ്ടാകണം. ഈ പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം അവൻ യാത്ര തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്യണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അന്ധവിശ്വാസവും ഇല്ലാത്ത, അതിൽ നിന്നൊക്കെ മുക്തമായ ഒരു സമൂഹമായിട്ടാണ് നമ്മൾ വളരേണ്ടത്. അപ്പോൾ മുഹറവുമായി ബന്ധപ്പെട്ട ഇത്തരം എല്ലാ അന്ധവിശ്വാസങ്ങളെയും പരിശുദ്ധ ഇസ്ലാം നിരാകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഇസ്ലാം ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. മുഹറം മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി ആശൂറ നോമ്പാണ്. മുഹറം 10-ൻ്റെ നോമ്പ്. അത് റമദാൻ മാസം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അറബികൾ നിർബന്ധമായും തന്നെ നോറ്റിരുന്ന ഒരു നോമ്പാണ്. റമദാൻ മാസം നിർബന്ധമായപ്പോഴാണ് ഇതൊരു സുന്നത്ത് നോമ്പിലേക്ക് മാറിയിട്ടുള്ളത്. അത് റസൂലുള്ള അത്ര പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ചിരുന്ന നോമ്പാണ് മുഹറം മാസത്തിലെ 10-ാം തീയതിയുള്ള നോമ്പ്. പിന്നെ റസൂലുള്ള വഫാത്താകുന്ന വർഷം റസൂലുള്ള പറയുകയുണ്ടായി, ലൈൻ എഷ്തു ഇല കാബിലിൻ ല അസൂമന്ന താസ്യ, അടുത്ത വർഷം ഞാൻ ജീവിക്കുമെങ്കിൽ ഞാൻ 9 നോൽക്കും എന്ന് റസൂലുള്ള പറയുകയുണ്ടായി. കാരണം 10 ആ കാലഘട്ടത്തിൽ ജൂതന്മാർ ഈ മൂസ അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷ പ്രകടനമായിക്കൊണ്ട് അവർ ആ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ റസൂലുള്ള സഹാബാക്കളോട് പറഞ്ഞു, മൂസാ നബി നമുക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ട പ്രവാചകനാണ് എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പുറമെ
അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 കൂടി ഞാൻ നോൽക്കുമെന്ന് റസൂലുള്ള പറയുകയുണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിൻ്റെ മുമ്പ് വഫാത്തായി പോവുകയുണ്ടായി. അതുകൊണ്ട് പണ്ഡിതന്മാർ മുഹറം 9ഉം 10ഉം നോമ്പ് സുന്നത്തായ നോമ്പാണ്, ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. റസൂലുള്ള നോറ്റിരുന്ന നോമ്പ് മുഹറം 10ആണ്. മുഹറം 9 റസൂലുള്ള ഈ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആശുറ നോമ്പിനെ പറ്റി റസൂലുള്ള പറഞ്ഞു, സിയാമു യൗമു ആശുറ അഹ്തസിബ് അലല്ലാഹി അൻ യുകഫിറ സനല്ലത്തി ഖബല. ഒരു വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ എല്ലാ പാപങ്ങളും, പ്രത്യേകിച്ചും ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് വഴി നമുക്ക് മാപ്പാക്കി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഈ മുഹറം നോമ്പ് അത് നമ്മൾ ശ്രദ്ധിക്കണം. മുഹറം മാസം 10-ാം തീയതി. പക്ഷേ ഈ മുഹറം മാസം 10-ാം തീയതി എന്നാണ് എന്നതിനെപ്പറ്റി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മാസങ്ങളെ സംബന്ധിച്ച് ദിവസം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായും ഒരു 2-3 വീക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ വീക്ഷണം, നമ്മുടെ എല്ലാ മാസവും കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. എല്ലാ മാസവും അപ്പോൾ നമ്മൾ പോയി നോക്കണം. നോക്കിയിട്ട് കണ്ടാൽ ആ മാസം 29-ന് നോക്കണം. കണ്ടിട്ടില്ലെങ്കിൽ 30 തികച്ച് 1-ാം തീയതി ആക്കണം. അത് എല്ലാ മാസവും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് മാസം കണ്ടെങ്കിൽ മാത്രമേ ഏത് ആരാധനാകർമ്മങ്ങളും നിർവഹിക്കാൻ പാടുള്ളൂ എന്ന വീക്ഷണമുള്ള ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ യാഥാസ്ഥികരായ പണ്ഡിതന്മാർ മിക്കവാറും ഈ അഭിപ്രായക്കാരാണ്. നേരത്തെ പണ്ട് മുതലേ ഈ അഭിപ്രായം പുലർത്തുന്നവരായിരുന്നു അവർ. ഈ എല്ലാ മാസവും കാണണം. രണ്ടാമതൊരു വീക്ഷണമുള്ളത്, ഒരു മാസവും കാണേണ്ടതില്ല, ഒരു മാസവും കാണേണ്ടതില്ല. എല്ലാം കണക്ക് കൂട്ടി നമ്മൾ നോമ്പും പെരുന്നാളും മറ്റെല്ലാ സംഗതികളും കണക്ക് കൂട്ടിയാൽ മതി. നമുക്ക് കലണ്ടർ നോക്കി അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഈ മാനത്തേക്ക് നോക്കുക എന്നൊക്കെ പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ കണക്കിനുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞതാണ്, നിങ്ങൾ നോക്കണം, കാണണം എന്നൊക്കെ റസൂലുള്ള ആ രീതിയിൽ പറഞ്ഞതാണ്. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും കലണ്ടർ നോക്കി അങ്ങനെ തന്നെ നമ്മൾ ഈ ആരാധനാ കർമ്മങ്ങൾ, നോമ്പും പെരുന്നാളും ഒക്കെ നിർവഹിച്ചാൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വീക്ഷണം. എന്നാൽ മൂന്നാമത്തെ വീക്ഷണം, ഈ 2 വീക്ഷണത്തിൻ്റെയും മധ്യയുള്ള ഒരു വസത്തായ വീക്ഷണമാണ് നമ്മുടെ 1970 മുതൽ ഹിലാൽ കമ്മിറ്റി നിലനിർത്തി പോരുന്ന വീക്ഷണം. അതായത് അള്ളാഹുവിൻ്റെ റസൂല് ഏതൊക്കെ മാസം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മാസമൊക്കെ കാണണം, അല്ലാത്ത മാസങ്ങൾ കാണേണ്ടതില്ല, കലണ്ടർ അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണണം എന്ന് നിർബന്ധമായി കൽപ്പിച്ച മാസങ്ങൾ ഏതാണ്? അത് ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂമൂലി റുയത്തിഹി വ അഫ്തിറൂലി റുയത്തിഹി വ അൻസിക്കൂലഹ. ഇതാണ് 3 മാസങ്ങൾ. റമദാൻ മാസത്തിഹി, കണ്ടാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക. വഫ്തിറൂലി റുയത്തിഹി, അത് ശവ്വാൽ മാസത്തെ പറ്റിയാണ്. നോമ്പ് അവസാനിപ്പിക്കുക, അതും നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. വ അൻസിക്കൂലഹ, ഹജ്ജ് നിർവഹിക്കുക, അല്ലെങ്കിൽ ബലി ഹജ്ജ്, അത് നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. 3 മാസത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണണം എന്ന് കൽപ്പനാസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ 3 മാസവും നിർബന്ധമായി കണ്ടേ പറ്റൂ. അത് കണക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. അത് കാണണം. കണ്ടാൽ 29-ന് നോക്കണം, കണ്ടിട്ടില്ലെങ്കിൽ 30 തികക്കണം. പിന്നെ ആ രീതിയിലാണ് ചെയ്തതാണ്. ഫൈൻ ഉമ്മാലേക്കും ഫക്മിലു സലാസീൻ, കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 30 തികച്ചുകൊണ്ട് ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ളത് ഈ 3 മാസത്തെ പറ്റി മാത്രമാണ്. അപ്പോൾ ബാക്കി മാസത്തെ പറ്റി അങ്ങനെ ഒരു കൽപ്പന നമുക്കില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഏറ്റവും എളുപ്പമുള്ള രീതി എന്നുള്ള നിലക്ക് അത് കലണ്ടർ അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കലണ്ടർ അനുസരിച്ച് ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇത് മാത്രം എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്. അതൊരു തഅബ്ബുദിയായ കാര്യമാണ്. അഥവാ അത് നമ്മൾക്ക് മതം നമ്മോട് നിർദ്ദേശിച്ച ഒരു സംഗതിയാണ്. അതിൻ്റെ യുക്തി എന്താണ്?
അതെന്താ അങ്ങനെ പറഞ്ഞത്, 3 മാസം പറ്റി മാത്രം എന്താ അങ്ങനെ, ബാക്കിയുള്ളതിനെ പറ്റി എന്താ അങ്ങനെ, അതൊന്നും നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഈ 3 മാസത്തെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 മാസം നമ്മൾ ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോമ്പും പെരുന്നാളും നമ്മൾ ആഘോഷിക്കണം, നിർണയിക്കണം. എന്നല്ലാത്ത മാസങ്ങൾ നമ്മൾ വാശി പിടിച്ചുകൊണ്ട് ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തണം എന്ന് വാശി പിടിക്കുന്നത് അതൊരു അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാമെന്നല്ലാതെ അള്ളി റസൂലും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു റസൂലും കൽപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് നമ്മൾ കലണ്ടർ പ്രകാരവും ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും എളുപ്പമുള്ളതും നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സുഖമായിട്ടുള്ള സംഗതികളും അതുകൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ദുൽഹിജ്ജ, ഈ മുഹറം 9, 10 എന്ന് പറയുന്നത് അത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും. 15, 16 ദിവസങ്ങളിലാണ് കലണ്ടർ പ്രകാരം, കലണ്ടറിൽ എഴുതിയ പ്രകാരമാണ് മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അല്ല എന്നുള്ള അഭിപ്രായമുള്ള ചില ആളുകൾക്കുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ മാസവും കാണണം എന്നുള്ള അഭിപ്രായമുള്ളവർക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. കാരണം 29 കണ്ടിട്ടില്ല, അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. ഒരു ദിവസം കാണേണ്ടല്ല, മുഴുവൻ കണക്ക് പ്രകാരം ചെയ്താൽ മതി എന്നുള്ളവർക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കലണ്ടർ പ്രകാരം തന്നെയാവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്ത് ഈ എല്ലാ ദിവസവും പിന്നെ 3 മാസം കണ്ടാൽ മതി എന്നുള്ളതിന് എന്തെങ്കിലും വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കും. 3 മാസം കണ്ടാൽ മതി എന്നുള്ളതിൻ്റെ തെളിവ് 3 മാസമാണ് നിങ്ങൾ കാണണം എന്ന് റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ്. വേറെ മാസങ്ങളിലൊന്നും കാണണം എന്ന് റസൂലുള്ള നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കാണണം എന്ന് കൽപ്പിച്ച വല്ല പ്രമാണവും ഹദീസും ഈ മാസവും കാണണം ഇതാ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹറം മാസം നിങ്ങൾ കാണണം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഉള്ള ഹദീസുകൾ വല്ലതുണ്ടെങ്കിൽ നമ്മൾ ആരെയും ശ്രദ്ധയിൽ ഇക്കാലം വരെ അങ്ങനത്തെ ഒരു ഹദീസ് പെട്ടിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ള കണ്ടിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, മിക്കവാറും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവുള്ളൂ, കണ്ടിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ള എല്ലാ സംഗതിയും അങ്ങനെ തന്നെ, ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ തുടരണം എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് സമയം നോക്കാൻ വേണ്ടി നിഴലിനെ നോക്കിയിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെയാണ്. അങ്ങനെ തന്നെ നിഴലിനെ നോക്കിയേ നിങ്ങൾ ലോകാവസാനം വരെ ചെയ്യാവൂന്ന് റസൂലുള്ള നമ്മളോട് പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ക്ലോക്ക് നോക്കി നമ്മൾ ബാങ്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരാൾ വാശി പിടിച്ചിട്ട് ഞാൻ നിഴൽ നോക്കി മാത്രമേ നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ആ വാശിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം എന്നല്ലാതെ അതിന് വേറൊരു പ്രതിവിധി ഇപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ എല്ലാ മാസവും നോക്കിയേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും നോക്കും എന്ന് വാശി പിടിയുള്ള ആളുകൾക്ക് ആ രീതിയിൽ ചെയ്യാം. അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ നോക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് 3 മാസത്തെ പറ്റിയാണ്. ആ 3 മാസം എന്തായാലും നോക്കിയേ നമുക്ക് നോമ്പും പെരുന്നാളും നിർവഹിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് കേരള ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട്. അതാണ് നമ്മൾ 1970 മുതൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്വീകരിച്ചു വരുന്ന രീതി അതാണ്. അതുകൊണ്ട് ഈ രീതി നിങ്ങൾ ഈ മാസത്തെ എപ്പോഴാണ് മുഹറം 9, 10 എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയണത്. അപ്പോൾ അത് കലണ്ടറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അത് എല്ലാവരും ആ കലണ്ടറിലൊന്നും പ്രത്യേകിച്ച് ആരും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാ കലണ്ടറും ഒരുപോലെ തന്നെയാണ്. അതനുസരിച്ച് 9ഉം 10ഉം നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.